1979 മാർച്ച് മാസം 13-ാം തീയതി വോയേജർ 1 അതിൻ്റെ പ്രധാന നിരീക്ഷണ ഘട്ടം പൂർത്തിയാക്കി ശനിയിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതേസമയം വോയേജർ 2 ഏതാണ്ട് അതേ പാത പിന്തുടരുകയായിരുന്നു. 1979 ഏപ്രിൽ മാസം 24-ന് അത് വ്യാഴത്തിൻ്റെ സമീപത്തെത്തുകയും അതിൻ്റെ നിരീക്ഷണഘട്ടം ആരംഭിക്കുകയും ചെയ്തു. 1979 ഓഗസ്റ്റ് മാസം 5-ാം തീയതി വോയേജർ 2 അതിൻ്റെ വ്യാഴം ദൗത്യം പരിപൂർണമായും അവസാനിപ്പിച്ചു. അതിനുശേഷം വോയേജർ 1-നെ പോലെ തന്നെ വോയേജർ 2-വും ശനിയിലേക്കുള്ള പാതയിലേക്ക് പോയി. ഇരട്ടകളായി പിറന്ന് നീണ്ട വർഷക്കാലത്തോളം ഒരേ പാതയിൽ ഒരുപോലെ സഞ്ചരിച്ച ഈ രണ്ടുപേരും പരസ്പരം വേർപിരിയാൻ പോവുകയാണ്, ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധിക്കാത്ത വിധത്തിൽ. ഈ ദൗത്യം ആസൂത്രണം ചെയ്ത സമയത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പ്രയാസമേറിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. എഡ്സ്റ്റോൺ പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥത്തിൽ വ്യാഴത്തിലേക്കും ശനിയിലേക്കുമുള്ള 4 വർഷക്കാലത്തെ യാത്ര മാത്രമാണ് ആസൂത്രണം ചെയ്തത്. ഈ പരിമിതി ധനസഹായം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ അപ്പോഴും ദീർഘകാലത്തേക്ക് എങ്ങനെ പദ്ധതി ഇടണമെന്ന് നാസയ്ക്ക് അറിയാമായിരുന്നു. മുൻകൂട്ടി ചിന്തിക്കുന്ന എഞ്ചിനീയർമാർ മുൻകരുതൽ എന്ന നിലയിൽ ബഹിരാകാശ പേടകത്തിൻ്റെ സഞ്ചാരപാതകൾ രൂപകൽപ്പന ചെയ്തത് പിന്നീട് അവയെ യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലെങ്കിൽ പ്ലൂട്ടോയിലേക്ക് പോലും തിരിച്ചുവിടുവാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ഹാർഡ്വെയർ നിലനിൽക്കുകയാണെങ്കിൽ, ആദ്യത്തെ പറന്നുപോകലുകൾ കൂടുതൽ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഫലങ്ങൾ നൽകുകയാണെങ്കിൽ. എങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. ടൈറ്റൻ, സൗരയൂഥത്തിലെ ഏറ്റവും നിഗൂഢമായ ഉപഗ്രഹങ്ങളിൽ ഒന്ന്, ശനിയുടെ 2ാമത്തെ വലിയ ഉപഗ്രഹം, കൂടാതെ സൗരയൂഥത്തിൽ മുഴുവനും അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം. ഈ ഒരു ഉപഗ്രഹത്തിന് മാത്രമേ വളരെയേറെ കട്ടിയുള്ള അന്തരീക്ഷമുള്ളൂ. ശാസ്ത്രജ്ഞന്മാർക്ക് ആകാംക്ഷ അടക്കാനായില്ല. ആ മേഘങ്ങൾക്കുള്ളിൽ എന്തായിരിക്കും? അങ്ങോട്ട് പോകണമോ? പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ടൈറ്റൻ്റെ അടുത്ത് നിന്ന് നിരീക്ഷിക്കണമെങ്കിൽ വോയേജർ 1 അതിൻ്റെ സഞ്ചാരപാത മാറ്റണം. അതിനർത്ഥം അതിനൊരിക്കലും യുറാനസിലോ നെപ്റ്റ്യൂണിലോ എത്താനുള്ള അവസരമുണ്ടാകില്ല. അവിടെ വെച്ചാണ് ഈ ദൗത്യം ഒരു ജംഗ്ഷനിൽ എത്തിയത്. 2 ഓപ്ഷനുകളാണ് ഇനി മുന്നിലുള്ളത്. ഒന്നെങ്കിൽ ബഹിരാകാശ പേടകത്തെ ടൈറ്റനിലേക്ക് അയക്കുക, അങ്ങനെ പുറത്തെ ഗ്രഹങ്ങളായ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ശനിയെ വ്യതിചലിക്കാതെ മറികടന്ന് പറക്കുവാൻ അനുവദിക്കുക. അതുവഴി യുറാനസിലും നെപ്റ്റ്യൂണിലും ഒരുപക്ഷെ പ്ലൂട്ടോയിലും എത്തുവാനുള്ള സാധ്യത നിലനിർത്തുക. ടീം ഒരു കടുത്ത തീരുമാനത്തെ അഭിമുഖീകരിച്ചു. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിഗൂഢതയാണോ, അതോ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഐസ് ഭീമന്മാരാണോ? അങ്ങോട്ട് സഞ്ചരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? കൂടുതൽ വിദൂരതയിൽ അപകടകരമായിരിക്കുമോ? അവർ അവസാനം ഒരു കടുത്ത തീരുമാനമെടുത്തു. വോയേജർ 1 ടൈറ്റനിലേക്ക് പോകും, കൂടാതെ അതിൻ്റെ ഗ്രഹപര്യടനം ശനിക്ക് ശേഷം അവസാനിപ്പിക്കും. വോയേജർ 2 ടൈറ്റനെ മറികടന്ന് യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും തൻ്റെ യാത്ര തുടരും. പ്ലൂട്ടോയ്ക്ക് വേണ്ടി വീണ്ടും 35 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു, അതായത് ന്യൂ ഹൊറൈസൺ എന്ന ദൗത്യം നടക്കുന്നത് വരെ. അങ്ങനെ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണം വോയേജറുകൾക്ക് ആവശ്യത്തിനുള്ള ഊർജം നൽകി. 1980 നവംബറോടെ ആദ്യത്തെ ബഹിരാകാശ പേടകം ശനി സിസ്റ്റത്തിന് സമീപത്തെത്തി. നവംബർ 12-ന് അത് ടൈറ്റനുമായി വളരെയേറെ അടുത്തെത്തി, ഏകദേശം 4000 മൈൽ മാത്രം അകലെ. അവസാനം ടൈറ്റൻ ഒരു അസുഖകരമായ അപ്രതീക്ഷിത സംഭവമാണ് നൽകിയത്. കട്ടിയുള്ള അന്തരീക്ഷം ഉപരിതലത്തിൻ്റെ നേരിയ നിരീക്ഷണം അസാധ്യമാക്കി. ദൃശ്യപ്രകാശത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ഉപരിതലത്തിൻ്റെ ഒരൊറ്റ ചിത്രവും എടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ വിശകലനത്തിൽ വിചിത്രമായ എന്തോ ഒന്ന് വെളിപ്പെടുത്തി. ഒരു പദാർത്ഥത്തിന് ഒരേ സമയം തന്നെ ദ്രാവക, ഖര, വാതക അവസ്ഥകളിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ട്രിപ്പിൾ പോയിന്റിന് അടുത്തായിരുന്നു ഉപരിതലത്തിലെ താപനില. ഭൂമിയിൽ ഖരരൂപത്തിലുള്ള ഐസും ദ്രാവക രൂപത്തിലുള്ള വെള്ളവും നീരാവിയും ഒരുമിച്ച് നിലനിൽക്കുന്നത് എങ്ങനെ എന്ന പോലെ തന്നെ. എന്നാൽ ടൈറ്റൻ്റെ കാര്യത്തിൽ ആ പദാർത്ഥം വെള്ളമായിരുന്നില്ല, അത് മീഥൈനായിരുന്നു, ദ്രാവക മീഥൈൻ. നദികളും തടാകങ്ങളും മുഴുവൻ ഭൂപ്രകൃതിയും ഹൈഡ്രോ കാർബണുകൾ കൊണ്ട് നിർമ്മിച്ചവ. അത് പുതിയൊരു ദൗത്യത്തിന് വേണ്ടിയുള്ള ആശയത്തിനാണ് വഴിയൊരുക്കിയത്. ആ മേഘങ്ങൾക്കടിയിലേക്ക് എത്തി നോക്കുവാൻ ഒരു പ്രത്യേക ദൗത്യം. പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് കാസിനി മിഷനായി പരിണമിച്ചു. ടൈറ്റനെ വളരെ വിശദമായും വളരെ വ്യക്തമായും നമുക്ക് കാണിച്ചു തന്ന
കാസിനി മിഷൻ. ടൈറ്റൻ്റെ ഈ രഹസ്യ സ്വഭാവത്തിലുള്ള നിരാശ അധികം നീണ്ടുനിന്നില്ല. കാരണം അതേ ദിവസം തന്നെ വോയേജർ 1 ശനിയുമായി ഏറ്റവും അടുത്ത് പറന്നു. സൗരയൂഥത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹം വോയേജർ 1ൻ്റെ ക്യാമറകൾക്ക് അതിൻ്റെ എല്ലാ പ്രൗഢിയിലും സ്വയം വെളിപ്പെടുത്തി. ശനിയുടെ വളയങ്ങളുടെ ആദ്യത്തെ വിശദമായ ചിത്രങ്ങൾ പകർത്തി. മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വളരെ സങ്കീർണമായിരുന്നു എല്ലാമെന്ന് അന്ന് തെളിവായി. ശനിക്ക് 2-3 വളരെയേറെ കട്ടിയുള്ള വളയങ്ങളെ ഉള്ളൂ എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 100 കണക്കിന് വളരെ നേർത്ത വളയങ്ങളാണുള്ളത് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. വിവിധ ഷെയ്ഡുകളും ഘടനകളുമുള്ള അടുക്കുകളുമായി കാണപ്പെട്ടു. അതിശയകരമായ നിഴലുകൾ, അവിശ്വസനീയമായ വിധം അതിലോലമായി തോന്നുന്ന ഒരു ഭീമാകാരമായ ആകാശഗോളത്തിന് കുറുകെ. ഉപഗ്രഹങ്ങളെ മറികടക്കുമ്പോൾ ബഹിരാകാശ പേടകം ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ പകർത്തി. അത് അക്കാലത്ത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. 1980 നവംബർ മാസം 13 ബഹിരാകാശ പേടകം മിമാസ് ഉപഗ്രഹത്തിൻ്റെ അടുത്തു നിന്നുള്ള ചിത്രങ്ങൾ പകർത്തി. അതിൻ്റെ ഉപരിതലത്തിൽ വളരെ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നത് പോലെ വലിയൊരു ഗർത്തം കാണുവാൻ സാധിച്ചു. ഇത് സ്റ്റാർ വാർഡിലെ ഡെത്ത് സ്റ്റാറിന് സമാനമായി കാണപ്പെട്ടു. ഒരു യാദൃശ്ചികതയാണെങ്കിലും അത് സ്റ്റാർ വാർഡ് ആരാധകർക്ക് തീർച്ചയായും സന്തോഷകരമായിരുന്നു. തൊട്ടടുത്ത ദിവസം പേടകം ഐപെറ്റസ് ഉപഗ്രഹത്തെയും മറികടന്നു. എങ്കിലും ദൂരെ നിന്ന് മാത്രമേ അതിൻ്റെ ചിത്രം പകർത്തിയുള്ളൂ. അതിൻ്റെ വർണ്ണവിന്യാസം ഉടൻ തന്നെ ശ്രദ്ധേയമായി. 2 അർദ്ധഗോളങ്ങൾ പരസ്പരം തികച്ചും വ്യത്യസ്തങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഉപഗ്രഹങ്ങളായ എപ്പിമീദിയസും ജാനസും ഇടയ്ക്കിടെ ഭ്രമണപഥങ്ങൾ പരസ്പരം മാറുന്നു എന്ന സിദ്ധാന്തവും സ്ഥിരീകരിച്ചു. സൗരയൂഥത്തിൽ മറ്റൊരിടത്തും ഇതുപോലൊന്നും നിരീക്ഷിച്ചിട്ടേയില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ഉപഗ്രഹങ്ങൾ ഒരൊറ്റ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കണം. ശാസ്ത്രജ്ഞന്മാർ വളരെ അസാധാരണമായ മറ്റൊരു കാര്യവും കണ്ടെത്തി. അവർ അതിന് കാവ്യാത്മകമായൊരു പേരും നൽകി: ഇടയ ഉപഗ്രഹങ്ങൾ, ഷെപ്പേർഡ് മൂൺസ്. ഇവ ശനിയുടെ വളയങ്ങളെ മേയ്ക്കുന്ന ചെറിയ ഉപഗ്രഹങ്ങളാണ്. അവയുടെ കണികകളെ സ്ഥാനത്ത് നിലനിർത്തുകയും അവ ചിതറിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നു. അവയുടെ ഗുരുത്വാകർഷണം ഒരു കയറ് പോലെ പ്രവർത്തിക്കുന്നു. കുഴപ്പങ്ങൾക്കിടയിലും ക്രമം നിലനിർത്തുന്നു. അവയിൽ ഒരു ഇടയ ഉപഗ്രഹമായ പ്രോമിത്യൂസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ വ്യാഴത്തെ പോലെ തന്നെ ശനിയും ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതകരമായ വിജയം തന്നെയാണ് സമ്മാനിച്ചത്. കാരണം ശനി സിസ്റ്റത്തെക്കുറിച്ച് വോയേജറുകൾ നൽകിയ വിവരങ്ങൾ അത്ഭുതാവഹമായിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനി മാറുകയാണ്. വോയേജറുകൾ പരസ്പരം എന്നേക്കുമായി വിട പറയേണ്ട സമയമായിരിക്കുന്നു. ശനി സിസ്റ്റത്തിന് ശേഷം വോയേജറുകളുടെ പാതകൾ വ്യതിചലിച്ചു. വോയേജർ 1 ഒരു ശക്തമായ ഗുരുത്വാകർഷണ കുതിപ്പ് ലഭിച്ചു. ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ ഗ്രഹതലം എന്ന എക്ലിപ്റ്റിക് പ്ലെയിനിൽ നിന്നും അത് മുകളിലേക്ക് ഉയർന്നു. 10 മീറ്റർ/സെക്കൻഡ് എന്ന വേഗതയിൽ കുതിച്ചു പാഞ്ഞു. അക്കാലത്ത് അത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും വേഗതയേറിയ വസ്തുവായി മാറി. യാത്ര പറഞ്ഞു പോകുന്നത് പോലെ വെറും 16 മണിക്കൂറുകൾക്കുള്ളിൽ ബഹിരാകാശ പേടകം എൻസിലേഡസ്, റിയ, ഹൈപ്പീരിയോൺ എന്നീ 3 ഉപഗ്രഹങ്ങളെയും വേഗത്തിൽ മറികടന്നുപോയി. അതോടെ സൗരയൂഥത്തിലെ അതിൻ്റെ ദൗത്യം അവസാനിച്ചു. അന്നു മുതൽ മുന്നോട്ട് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലെ ശാശ്വതമായ ഇരുട്ടിൽ ഏകനായി അവൻ തൻ്റെ യാത്ര തുടർന്നു. വോയേജർ 2 ഗ്രഹകുടുംബത്തിൽ തന്നെ തുടരുകയാണ്. അതിൻ്റെ സാഹസിക യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ലക്ഷ്യം യുറാനസ് ആണ്. വർഷങ്ങളോളം നീണ്ട പറക്കൽ മുന്നിലുണ്ടായിരുന്നു. 1986 ജനുവരി മാസം മുഴുവൻ ടീമിനും 5 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷം വോയേജർ 2 വിദൂരവും നിഗൂഢവുമായ യുറാനസിനെ സമീപിച്ചു. വഴിയിൽ അതിശയകരമായ, ഏകദേശം സെൻസേഷണൽ ആയ എന്തോ ഒന്ന് കണ്ടെത്തി. യുറാനസ് വെറുമൊരു വിദൂര മങ്ങിയ വാതക ഗോളമല്ല. അത് തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ അന്തരീക്ഷം വ്യാഴത്തെയും ശനിയെയും പോലെ ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ്. എന്നാൽ അതിനിടയിൽ ഒരു ചാർട്ട് ചെയ്യപ്പെട്ട ലോകമുണ്ട്. വെള്ളം, അമോണിയ, മീഥെയിൻ എന്നിവയുടെ വളരെയേറെ കട്ടിയുള്ള ഒരു സമുദ്രമുണ്ട്. അതിലും ആഴത്തിൽ ഇരുണ്ട പാറക്കെട്ടുകളുള്ള ഐസ് നിറഞ്ഞ ഒരു കാമ്പുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇതുപോലുള്ള ഗ്രഹങ്ങളെ ഐസ് ഭീമന്മാർ എന്ന് തരംതിരിക്കാൻ തുടങ്ങി. യുറാനസ് എല്ലാ ഗ്രഹങ്ങളെക്കാളും ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണെന്നും തെളിഞ്ഞു. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് കൂടുതൽ അകലത്തിലാണെങ്കിലും അതിന് വളരെ വിചിത്രമായ കുഴഞ്ഞു മറഞ്ഞ കാന്തിക മണ്ഡലമുണ്ട്. യുറാനസ് എങ്ങനെ ഒരു ഗ്രഹമായിരിക്കണമെന്ന് സ്വയം ഉറപ്പില്ലാത്തതുപോലെ. തൻ്റെ കണ്ടെത്തലുകളുടെ ശേഖരണത്തിലേക്ക് വോയേജർ 2 മുൻപ് കാണാത്ത യുറാനസിൻ്റെ നിരവധി വളയങ്ങളും 10 പുതിയ ഉപഗ്രഹങ്ങളും കൂടെ കൂട്ടിച്ചേർത്തു. കൂടാതെ ഒരു യഥാർത്ഥ അത്ഭുതം, മിറാണ്ട എന്ന ഉപഗ്രഹം.
അത് ഒരു ചെറിയ പാറ പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉപരിതലം ആരോ മുഴുവൻ ഭൂമിശാസ്ത്ര കാറ്റലോഗും അതിൽ വലിച്ചെറിഞ്ഞ പോലെ കാണപ്പെട്ടു. മലനിരകൾ, താഴ്വാരങ്ങൾ, വരമ്പുകൾ, വിള്ളലുകൾ, മലയിടുക്കുകൾ, വിവിധ ലോകങ്ങളുടെ കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത് വെച്ച പോലെ. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് വെറോണ റൂട്ട്സ്. ഏകദേശം 12 കിലോമീറ്റർ ഉയരമുള്ള ഒരു മലയിടുക്ക്. അതിൽ നിന്നും ചാടിയാൽ 10 മിനിറ്റിലും അധികം നേരം താഴേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. 1989 ഓഗസ്റ്റ് മാസം 3-ാം തീയതി 5 വർഷക്കാലത്തെ യാത്രയ്ക്ക് ശേഷം അവസാനത്തെ അധ്യായം ആരംഭിച്ചു. സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ പേടകം സമീപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം ഭീകരമായ കൊടുങ്കാറ്റുകളോടെയാണ് വോയേജർ 2വിനെ വരവേറ്റത്. ഗ്രഹം മുഴുവൻ വലിയ കൊടുങ്കാറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ട്. അത് പിന്നീട് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് പറന്നു പോകുന്നതിനിടയിൽ വോയേജർ അജ്ഞാതമായിരുന്ന 6 ഉപഗ്രഹങ്ങളെയും കണ്ടെത്തി. കൂടാതെ നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ട്രൈറ്റോണിൻ്റെ അടുത്തു നിന്നുള്ള ചിത്രങ്ങൾ എടുക്കുവാനും കഴിഞ്ഞു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണദിശയ്ക്ക് എതിർദിശയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു ഐസ് നിറഞ്ഞ ലോകം. ഇത്തരത്തിലുള്ള ഭ്രമണപഥങ്ങൾ അത്യപൂർവമാണ്. കൊയ്പ്പർ ബെൽറ്റിലെ ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുവായിരുന്നു ട്രൈറ്റോൺ എന്നും നെപ്റ്റ്യൂൺ അതിനെ പിടിച്ചെടുക്കുകയായിരുന്നു എന്നും ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ ഭ്രമണപഥത്തിൽ നിന്നും അതിനെ വലിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ട്രൈറ്റോണിൻ്റെ ഉപരിതലത്തിൽ മഞ്ഞു തുപ്പിക്കൊണ്ടിരിക്കുന്ന ക്രയോ അഗ്നിപർവ്വതങ്ങളുണ്ട്. ദ്രാവക നൈട്രജൻ പൊട്ടിത്തെറികളുണ്ട്. 5 മൈൽ വരെ ഉയരത്തിൽ പുക ഉയരുന്നു. മധ്യരേഖയ്ക്ക് സമീപം തണുത്തുറഞ്ഞ തടാകങ്ങളും 1 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഉയരുന്ന ടെറസ് രൂപങ്ങളുമുണ്ട്. വേലിയേറ്റ ശക്തികൾ കാരണം ട്രൈറ്റോണിൻ്റെ ഭ്രമണപഥം ഒരിക്കൽ മാറിയെന്നും അതിൻ്റെ ഉപരിതലം ആവർത്തിച്ച് ഉരുകുകയും വീണ്ടും തണുത്തുറയുകയും ചെയ്യുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ആ ഐസ് പാളികളുടെ അടിത്തട്ടിനുമുള്ളിൽ ഒരു മഹാസമുദ്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. സൗരയൂഥത്തിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഒന്നായിരിക്കും അത്. അവിടെ വെച്ചാണ് വോയേജർ 2 ഏറ്റവും പഴയ ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളിൽ ഒന്നിൻ്റെ ഉത്തരം കണ്ടെത്തിയത്. പ്ലാനറ്റ് എക്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രഹം യുറാനസിൻ്റെ ഭ്രമണപഥത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സൈദ്ധാന്തികപരമായ വസ്തുവായിരുന്നു. നെപ്റ്റ്യൂണിനെ മറികടക്കുമ്പോൾ വോയേജർ 2 ആ ഗ്രഹത്തിൻ്റെ മാസ് അഭൂതപൂർവമായ കൃത്യതയോടെ അളന്നു. ആ ഒരൊറ്റ അളവ് ആ ഫാൻറ്റം ഗ്രഹത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. യുറാനസിൻ്റെ ഭ്രമണപഥം വിചിത്രമായി പെരുമാറുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധിച്ചിരുന്നു. അദൃശ്യമായ ചില മാസിൻ്റെ സ്വാധീനത്തിൽ പെട്ട പോലെയായിരുന്നു അത് നെപ്റ്റ്യൂണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ചു. അതിൻ്റെ ഗുരുത്വാകർഷണം ചില വ്യതിയാനങ്ങളെ വിശദീകരിച്ചു. പക്ഷേ എല്ലാം കൃത്യമായി വിശദീകരിച്ചതുമില്ല. അത് കൂടുതൽ അകലെയുള്ള മറ്റൊരു ഗ്രഹത്തിനായുള്ള തിരച്ചിലിലേക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ പ്ലൂട്ടോയെ കണ്ടെത്തി. പക്ഷേ താമസിയാതെ പ്ലൂട്ടോയുടെ മാസ് വളരെ ചെറുതാണെന്ന് മനസ്സിലായി. ഭൂമിയുടെ മാസിൻ്റെ 500-ൽ 1 ഭാഗം മാത്രം. ഒരിക്കലും ബാക്കിയുള്ള വ്യതിയാനങ്ങൾക്ക് അത് കാരണമാവുകയില്ല. അങ്ങനെയാണ് അറിയപ്പെടുന്ന ഭ്രമണപഥങ്ങൾക്കും അപ്പുറം ഒരു വലിയ കണ്ടെത്താനാകാത്ത ലോകത്തെക്കുറിച്ചുള്ള പ്ലാനറ്റ് എക്സ് സിദ്ധാന്തം ജനിച്ചത്. അവിടെയാണ് വോയേജർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇത് പ്ലാനറ്റ് എക്സിനെ നേരിട്ട് തേടുകയായിരുന്നില്ല. എന്നാൽ അത് ഭീമൻ ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാസിനെക്കുറിച്ചും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ഉയർന്ന കൃത്യതയുള്ള ഡേറ്റകൾ അയച്ചു. അവ കണക്കിലെടുത്ത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ യുറാനസിൻ്റെ സഞ്ചാരപാതം പുനർനിർണയിച്ചു. അതിന് യാതൊരു അപാകതയുമില്ലെന്ന് കണ്ടെത്തി. ഒരിക്കൽ അദൃശ്യമായ ആ ഗ്രഹത്തിൻ്റെ സൂചനയായി തോന്നിയ പിശക് തെറ്റായ മൂല്യങ്ങൾ കാരണമുള്ള ഒരു തെറ്റായ കണക്കുകൂട്ടൽ മാത്രമായിരുന്നു. അവസാനം എല്ലാം ഒത്തുചേർന്നു. ആ നിഗൂഢമായ പ്ലാനറ്റ് എക്സ് നിലനിൽക്കുന്നേയില്ല എന്ന് തെളിഞ്ഞു. നെപ്റ്റ്യൂണിൽ നിന്നും പറന്നുപോയ ശേഷം വോയേജർ 2 വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. ഗ്രഹതലത്തിൽ നിന്നും താഴേക്കിറങ്ങി. അവിടെ പ്രത്യേക ലക്ഷ്യങ്ങൾ ഒന്നും ഇനി അവശേഷിക്കുന്നില്ല. ഇരുട്ടും നിശബ്ദതയും ശൂന്യതയും മാത്രം. എന്നാൽ വോയേജർ 2 യുറാനസിനും നെപ്റ്റ്യൂണിനും ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മൂത്ത സഹോദരൻ ഇതിനോടകം ഈ കളത്തിന് പുറത്തായിരുന്നു. ശനിയെ കടന്നുപോയ ശേഷം വോയേജർ 1ൻ്റെ ഭൂരിഭാഗം ശാസ്ത്രീയ ഉപകരണങ്ങളും ഓഫ് ചെയ്യപ്പെട്ടു. അടിസ്ഥാന പരിസ്ഥിതി സെൻസറുകൾ മാത്രം അവശേഷിച്ചു. പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി മാത്രം മതിയായവ. ഈ ബഹിരാകാശ പേടകം അതിൻ്റെ ദൗത്യത്തിൻ്റെ അവസാനം നിശബ്ദനായും ഒറ്റയ്ക്കും ജീവിച്ചു തീർക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി, ഈ പരിചയസമ്പന്നനായ ബഹിരാകാശ സഞ്ചാരിക്ക് ഇനിയും പ്രധാനപ്പെട്ട എന്തെങ്കിലും നമ്മോട് പറയാനുണ്ടാകും എന്ന് തീരുമാനിച്ചു. ആ വ്യക്തി കാൾ സാഗർ എന്ന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ശാസ്ത്ര പ്രചാരകൻ.
നാസ ആദ്യം ഗൗരവമായി എടുക്കാത്ത ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ ആശയം ലളിതവും വളരെയേറെ ധീരവുമായിരുന്നു. വോയേജർ 1ന്റെ ക്യാമറകൾ പിന്നിലേക്ക് തിരിച്ച് ഏകദേശം 3.7 ബില്യൺ മൈൽ അകലെ നിന്നുകൊണ്ട് ഭൂമിയെ പകർത്തുക. ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ പ്രായോഗിക മൂല്യം കുറവായിരുന്നു. എന്നാൽ സാഗന് അതിലും അഗാധമായ പ്രചോദനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഗ്രഹം എത്ര ചെറുതാണ്, എത്ര ഒറ്റപ്പെട്ടതാണ്, എത്ര ദുർബലമാണ് എന്ന് ലോകത്തെ കാണിക്കുവാൻ. നാസയിൽ ആ ആശയം പ്രധാന ശ്രദ്ധ നേടി. പക്ഷേ ഉയർന്ന മാനേജ്മെൻറ്റ് അത് പകർത്താൻ മടിച്ചു. സാഗൻ നിർബന്ധിച്ചു. ചില ഹ്രസ്വ ചർച്ചകൾക്ക് ശേഷം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ആദ്യം ക്യാമറകൾ പരിശോധിക്കണം. അവ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണോ? രണ്ടാമതായി അവർക്ക് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ആവിഷ്കരിക്കേണ്ടിയിരുന്നു. അത് ഭൂമിയുടെ ഒരൊറ്റ ചിത്രമായിരിക്കില്ല, മറിച്ച് സൗരയൂഥത്തിൻ്റെ ഒരു സമ്പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കും. ആ വിദൂര അറ്റത്ത് നിന്ന് ഒരു ഗ്രഹത്തെ മറ്റൊന്നിനു ശേഷം പകർത്തുന്നു. 1990 ഫെബ്രുവരി മാസം 14 6 മാസക്കാലത്തെ തയ്യാറെടുപ്പിന് ശേഷം വോയേജർ 1 ഒരു കൂട്ടം ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. ചൊവ്വ സൂര്യൻ്റെ തിളക്കത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഒന്നും കാണുവാൻ സാധിക്കാത്ത അത്രത്തോളം സൂര്യൻ്റെ മുന്നിലായിരുന്നു ചൊവ്വ. ബുധനും അതിലും അടുത്തായിരുന്നു. ക്യാമറകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അവർ അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ല. പ്ലൂട്ടോ വളരെ മങ്ങിയതായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തി. സൂര്യരശ്മികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 0.12 പിക്സൽ മാത്രം വീതിയുണ്ടായിരുന്ന നമ്മുടെ ഭൂമി. ഒരു മങ്ങിയ നീലപ്പൊട്ട്. ചിത്രത്തിന് ഔദ്യോഗികമായ പേര് നൽകി, പേൾ ബ്ലൂ ഡോട്ട്. ഇന്നീ ചിത്രം ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക്കായ ഒന്നാണ്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള കാൾ സാഗൻ്റെ അനശ്വരമായ വാക്കുകൾ ഇതാണ്: ആ ബിന്ദുവിലേക്ക് വീണ്ടും നോക്കുക. അതാണ് നമ്മുടെ ഭൂമി. ഇവിടെയാണ് നമ്മുടെ വീട്. ഇവിടെയാണ് നമ്മൾ. ഇതിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും, നമുക്കറിയാവുന്ന എല്ലാവരും, നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതം നയിച്ചു. നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആകെ തുക. ആയിരക്കണക്കിന് ആത്മവിശ്വാസമുള്ള മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, ഓരോ വേട്ടക്കാരും വേട്ടമൃഗവും, ഓരോ വീരനും ഭീരുവും, നാഗരികതകളുടെ ഓരോ സൃഷ്ടികർത്താവും സംഹാരകനും, ഓരോ രാജാവും അടിയാനും, പ്രണയത്തിലായ ഓരോ യുവദമ്പതികളും, ഓരോ അമ്മമാരും അച്ഛന്മാരും, പ്രതീക്ഷയുള്ള കുട്ടികളും, കണ്ടുപിടുത്തക്കാരും പരിവേഷകരും, ധാർമ്മികതയുടെ ഓരോ അധ്യാപകരും, ഓരോ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും, ഓരോ സൂപ്പർ സ്റ്റാറും, ഓരോ പരമോന്നത നേതാവും. നമ്മുടെ ചരിത്രത്തിലെ ഓരോ പുണ്യവാനും പാപിയും ഇവിടെയാണ് ജനിച്ചത്. ഒരു സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചെറിയ പൊടിയിൽ. നമ്മുടെ ചെറിയ ലോകത്തിൻ്റെ ഈ വിദൂര ചിത്രം പോലെ മനുഷ്യൻ്റെ അഹങ്കാരങ്ങളുടെ അവിവേകത്തെക്കുറിച്ച് ഒരു മികച്ച പ്രദർശനം ഇതിനു മുൻപും ഇതിനു ശേഷവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കൂടുതൽ ദയയോടെ പെരുമാറാനും നമുക്കറിയാവുന്ന ഒരേ ഒരു വീടായ ഇളം നീല നിറത്തിലുള്ള ഈ ബിന്ദുവിനെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ ഇത് അടിവരയിട്ടുറപ്പിക്കുന്നു. ഈ വികാരം 33 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ ശക്തിയോടെ ഇന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പേൾ ബ്ലൂ ഡോട്ട് എന്ന ഈ ചിത്രം വോയേജർ പ്രോഗ്രാമിൻ്റെ ചരിത്രത്തിലെ അവസാനത്തെ ഫോട്ടോയായിരുന്നു. ചിത്രങ്ങൾ ലഭിച്ച ശേഷം വോയേജർ 1ൻ്റെ ക്യാമറകൾ എന്നേക്കുമായി ഓഫ് ചെയ്തു. വോയേജർ 2വിൻ്റെ ക്യാമറകൾ 1989 നെപ്റ്റ്യൂണിനെ മറികടന്ന ശേഷം അതിലും നേരത്തെ ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ കണ്ണുകൾ എന്നേക്കുമായി അടയ്ക്കപ്പെട്ട ഈ വോയേജർ പേടകങ്ങൾ അടുത്ത 1.5 പതിറ്റാണ്ട് കാലത്തോളം ഭൂമിയിൽ നിന്നും അകന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ഡേറ്റകൾ കൈമാറി. വോയേജർ 1 ഗ്രഹങ്ങളുടെ തലത്തിൽ നിന്നും മുകളിലേക്ക് ഏകദേശം 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നീങ്ങിക്കൊണ്ടേയിരുന്നു. വോയേജർ 2 നേരെ താഴേക്കാണ് നീങ്ങിയത്. ഒരൽപ്പം വേഗത കുറവുമായിരുന്നു, ഏകദേശം 9 മീറ്റർ/സെക്കൻഡ്. അങ്ങനെ കട്ട പിടിച്ച ആ അന്ധകാരത്തിൽ ഇരുവശങ്ങളിലേക്കുമായി അവർ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. നിരവധി തവണ ദൗത്യത്തിന് ധനസഹായം മുടങ്ങിപ്പോകുമെന്ന ഭീഷണി നേരിട്ടു. പതിവ് പോലെ വിമർശകർ ഉയർന്ന ചെലവ് ചൂണ്ടിക്കാണിക്കുകയും ലഭിക്കുന്ന ഡേറ്റയുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ നാസ ഓരോ തവണയും പ്രോഗ്രാമിനെ പ്രതിരോധിച്ചു. ഈ സൗരയൂഥത്തിൻ്റെ അറ്റത്ത് ഏറ്റവും ആവേശകരമായ കണ്ടെത്തലുകളാണ് മുന്നിലുള്ളത് എന്ന് ടീം അംഗങ്ങൾക്കറിയാമായിരുന്നു. 1912 ഓഗസ്റ്റ് മാസം 25 വോയേജർ 1 സൗരയൂഥത്തിൻ്റെ യഥാർത്ഥ അതിരിലേക്ക് അടുക്കുകയായിരുന്നു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇനി നമ്മൾ കാണാനും അറിയാനും പോകുന്നത് ഇന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ്.
സൗരയൂഥത്തിൻ്റെ അതിരിനപ്പുറത്ത് എന്താണ് എന്ന് മനുഷ്യരാശി കണ്ടെത്താൻ പോകുന്നു.